for those who are watching online, we pray, thank you for tuning in. We pray that today's message will be a blessing to all of you. Let's turn our attention to the word of God. ഇന്ന് രാവിലെ ദൈവവചനത്തിലേക്ക് തിരിക്കുക. 1 Chronicles chapter 4, verse 9 and 10. ഒന്ന് ദിനവൃത്താന്തം 4:9-10 തൊട്ട് നമുക്ക് വായിച്ച് ധ്യാനിക്കാം. It reads like this: Now Jabez was more honorable than his brothers, and his mother called his name Jabez, saying, because I bore him in pain. Verse 10. And Jabez called on the God of Israel, saying, oh, that you would bless me indeed and enlarge my territory, that your hand would be with me, and that you would keep me from evil, that I may not cause pain. So God granted him what he requested. ഇങ്ങനെ വായിച്ചു തുടങ്ങുന്ന യാബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞവന് യബേസ് എന്ന് പേരിട്ടു. യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. Praise God. This morning the title of my message is If Only I Knew How to Pray. എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ അറിയാമായിരുന്നു എന്നുള്ള ഒരു തലക്കെട്ടോട് കൂടി ഞാൻ ആരംഭിച്ചു. You can fill in the rest of that sentence. ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ അത് പൂരിപ്പിച്ചു. If only we knew how we should pray. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാമായിരുന്നെങ്കിൽ Amen. What all would have taken place? എന്നാൽ എന്തൊക്കെയായിരുന്നു അതിന് ഫലമായിട്ട് നമുക്ക് We as Christians oftentimes do so many things without really understanding what the word of God teaches about those things. ദൈവത്തിന്റെ വചനത്തിൽ ആഴമായി എന്താണ് പഠിപ്പിക്കുന്നതെന്ന് അറിയാതാണ് പല കാര്യങ്ങളും നാം ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. Well, we worship every Sunday, we worship during our weekday meeting, but if we ask what is the doctrine of worship, what does the word of God teach about worship, many of us will say ba 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 ba. പലപ്പോഴും ഞായറാഴ്ചയിൽ നാം ആരാധിക്കാറുണ്ട്, പലപ്പോഴും വെള്ളിയാഴ്ചകളിലും പ്രാർത്ഥന കൂട്ടങ്ങളിലും ആരാധിക്കാറുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എന്താണ് വിളിച്ചു പറയുന്നതെന്ന് അറിയാൻ നാം ആരാധിക്കുമ്പോൾ എന്തിനാണ് ആരാധിക്കുന്നത് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ ഉത്തരം മുട്ടിപ്പോകുന്ന അവസ്ഥയാണ്. We engage in so many ministerial activities, but we don't recognize what the word of God teaches about different ministries and the qualifications and how we ought to do those things. നാനാ ശുശ്രൂഷകളിൽ ദൈവിക ശുശ്രൂഷകളിൽ നാം മുഴുകിക്കൊണ്ടിരിക്കുമ്പോഴോ അവിടെ ആ ശുശ്രൂഷകൾക്ക് വേണ്ടുന്ന ഗുണഗണങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാതെയാണ് പലപ്പോഴും നമ്മൾ ശുശ്രൂഷകളിൽ കൂടെ കടന്നു പോകുന്നത്. And prayer, in my experience, is one of those things that we all do, but very few of us really understand what the word of God teaches us about prayer, how we ought to pray, how we should not pray. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് പോരാൻ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാലോ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ധാരണയില്ലാതാണ് നാം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. This morning I don't have time to give a 10-hour Bible study on prayer, but I want to touch on a few things and get to the text this morning and share the word the Spirit of God illuminated in my heart. മണിക്കൂറുകൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് പ്രസംഗിച്ചു പോകാൻ തക്കണോ എനിക്ക് സമയമില്ല. എന്നാൽ ദൈവം എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ചില വചനങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് ഓടട്ടെ. Let's talk about what is prayer. എന്താണ് പ്രാർത്ഥന കൊണ്ട് അർത്ഥമാക്കുന്നത്? Number one, prayer is not just a communication with God, it is a communion with God. ഒരു സംഭാഷണം എന്നതൊന്നല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്, ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. Yes, കൂട്ടായ്മ, that's the correct word. It is more than just one person talking to another person. It is the picture that should come in our mind is two people journeying together, two people in relationship together, and in that journey they are sharing and talking and doing so many things with each other. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്നത് മാത്രമല്ല, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയും ഒരുമിച്ച് ചേർന്ന് കൂട്ടായ്മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിൽ മുമ്പോട്ട് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മുമ്പോട്ട് ഓടുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. So we recognize prayer is a foundational aspect of our relationship with Jesus Christ. യേശുക്രിസ്തുവുമായുള്ള അടിസ്ഥാന ബന്ധത്തിന്റെ ഏറ്റവും ഉത്തമ ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. If there is no prayer life, we have no relationship with Christ. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധമേ ഇല്ല എന്ന് പറയുന്നു. Praise God. But I want us to think about this a little bit more. Our relationship with Christ Jesus is what we call a covenant relationship. നാമും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന ഒരു പ്രമാണത്തിൽ ഒരു ഉടമ്പടി ബന്ധമാണെന്നാണ് പറയുന്നത്. Yes, ഉടമ്പടി is a covenant relationship. Something similar to that is a husband and wife is also a covenant relationship. ഒരു ഭാര്യ ഭർത്താവ് എങ്ങനെ ഉടമ്പടിയായി ബന്ധപ്പെട്ടു അങ്ങനെ പോകുന്നു, അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ക്രിസ്തുവും നമ്മുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. So how do we assess if a husband and wife relationship is in a good state? ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എത്ര നന്നായി പോകുന്നത് എങ്ങനെയാണ് നാം അസസ് ചെയ്യുന്നത്? I am not qualified to tell you about marriage, but in my experience, let me say, ഞാൻ കല്യാണത്തെ പറ്റി ബന്ധത്തെ പറ്റി ഭാര്യ ഭർത്തൃ ബന്ധത്തെ ആഴമായി പറയാൻ കഴിയില്ല. എന്നാൽ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങളോട് ചിലത് പറയട്ടെ. We do not say that my relationship with my spouse is good because we talk every day between 4 and 5.
എപ്പോഴും ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ 4-നും 5-നും ഇടയ്ക്കാണ് ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത്. Is that how we do? I'm a good because we talk every day between 4 and 5. 1 hour every day we talk. 1 മണിക്കൂർ ഞങ്ങൾ അന്യോന്യം സംസാരിച്ചുകൊണ്ടിരിക്കും. No, we talk more than that. നമ്മൾ അതിനും ഉപരിയായിട്ടാണ്, അതിനും കൂടുതലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. Yes, there is a dedicated time that we talk, maybe during the dinner table or something. There is a dedicated time we are talking. But from the moment we get up till we lay down, there is always this conversation going on in between. അമ്മ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടെന്നാലോ നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് തൊട്ട് കിടക്കാൻ പോകുന്നവരെ അന്യോന്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. Yes or no? From the moment we get up, we start up with what is today's to-do list. അമ്മ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്താഗതിയോടെയാണ് ഒരു പക്ഷേ നിങ്ങൾ രാവിലെ We എഴുന്നേൽക്കുന്നത്. are rushing to work, the other person is rushing to work, but by 10:30, 11 o'clock, we'll get a call. Everything okay? Everything good? Okay. Did you eat anything? No. Okay. Make sure you take the chicken from the fridge. I put it there. Okay. See, this is the kind. Then at 12 o'clock, lunch break, we also call. Which chicken? There's 3 types. The one in the green container. Okay. Then at 1 o'clock, we get another call. Did you eat? Okay. Was the chicken good? Okay. We ran out of chicken. We had to go to Costco. This is the type of conversation that is going throughout the day. അമ്മ പ്രഭാതം മുതൽ പ്രദോഷം വരെ പോകുമ്പോൾ അന്യോന്യം നിങ്ങൾ പ്രഭാതത്തിൽ കഴിച്ചോ, ഉച്ചയ്ക്ക് കഴിച്ചോ, എന്താണ് കഴിച്ചത്, എന്താണ് ഭവനത്തിൽ ഇല്ലാതെ കുറവുള്ളത്, ഇതൊക്കെ അന്യോന്യം സംസാരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് ഓടുന്നത്. നിങ്ങളുടെ വീട്ടിൽ അങ്ങനൊന്നും അങ്ങനൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ കൂടെയാണല്ലോ നിങ്ങൾ ഇപ്പൊ നോക്കുന്നത്. That's how it is in all of our houses, right? അങ്ങനെയാണ് ഒരു സാധാരണ കുടുംബജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. So while there is a dedicated time that we do the majority, the conversation is not limited to a 30-minute or 40-minute time. It is throughout the day. While I'm driving, while I'm engaging in so many things, I am talking to the Lord. The Lord is talking to me. I am sharing things with the Lord. The Lord is sharing things with me. When something goes wrong with work, I immediately give my complaint to the Lord. Then the Lord gives me something to comfort me. This is how this is prayer. പ്രാർത്ഥനയെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രഭാതത്തിൽ തുടങ്ങുമ്പോൾ, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, നിങ്ങൾ വർക്ക് പ്ലേസിലായിരിക്കുമ്പോൾ, അവിടെയെല്ലാം എൻ്റെ ഉള്ളത്തിൽ കൂടി കടന്നു പോകുന്ന ഭാരങ്ങൾ ദൈവത്തോട് ദൈവത്തിന് എന്ത് പറയുവാനുണ്ടോ ഇതെല്ലാം അന്യോന്യം പറഞ്ഞ് ഷെയർ ചെയ്ത് പോകുന്ന ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. This morning as a minister, let me ask you, do you have that kind of relationship with Jesus Christ ഒരു this morning? ശുശ്രൂഷകൻ എന്ന നിലയിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ബന്ധമാണോ ക്രിസ്തുവുമായിട്ടുള്ളത്? He has so many things he wants to talk with you, share with you, but are you sensitive enough? Are you in sync with him and his presence to be able to hear his voice and to talk with him and commune with him? അനേക കാര്യങ്ങൾ ക്രിസ്തുവിന് നിങ്ങളോട് സംസാരിക്കേണ്ടതുണ്ട്, അനേക കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട്. എന്നാലോ നിങ്ങൾ അവനിൽ നിന്ന് ലഭിക്കുന്നത് അത് കേൾക്കുവാൻ തക്ക നിങ്ങൾ സന്നദ്ധരായി നിൽക്കുവാണോ? അങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം പോകുന്നത്? This is why Paul says continuously pray always. How do you pray always? This is how you do it. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ എന്ന് പറയുന്നത്. So even when I'm working, I'm writing code with my fingers, but in my heart I'm talking to the Lord. അവൻ എൻ്റെ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും ഞാൻ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. When I'm driving to work, I'm paying attention to the road. I'm not closing my eyes, but even in that moment I'm talking to the Lord. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ കണ്ണടക്കത്തില്ല, എന്നാൽ പോലും എൻ്റെ ഉള്ളം ദൈവത്തോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. Our church needs to come to that level, an intimacy with God, a communion with God. അവൻ ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ, അങ്ങനെയുള്ള ഒരു സഭയായിരിക്കണം ഇതിനകത്തുനിന്ന് ഉയർന്നെഴുന്നേൽക്കേണ്ടത്. Praise God. So now there's 3 types. There's an individual prayer life. ആമേൻ. ഒരു വ്യക്തിഗതമായ ഒരു പ്രാർത്ഥനാ ജീവിതം. Number 2, there's a family prayer. കുടുംബ പ്രാർത്ഥന. Praise God. I trust that all of us are having family prayer in our home. ആമേൻ. നമ്മുടെ ഈ സഭയിൽ എല്ലാവർക്കും കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. It's important. The father, the mother, and the children always, every day, come together and pray before they go to bed. ആമേൻ. പ്രാർത്ഥന പ്രഭാത പ്രദോഷത്തിൽ എപ്പോഴും അവർ പോകുന്നതിന് മുമ്പ് അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. And then after family prayer comes corporate prayer. അത് കഴിഞ്ഞിട്ടാണ് ഒരു കൂട്ടായ്മയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. Understand the progression there. അവിടെ കണ്ടുക്കുന്ന ആ പ്രോഗ്രഷൻ നിങ്ങൾ നോക്കിയേ. In order for the corporate prayer to be powerful and impactful, that means the families being part of that corporate prayer need to have a family prayer. ആമേൻ. ഒരു കൂട്ടായ്മയുടെ പ്രാർത്ഥന ഫലവത്താകണമെങ്കിൽ അത് ഫാമിലി ഒരു കുടുംബ പ്രാർത്ഥന ഫലവത്തായ മതിയാകൂ. And for the family prayer to be impactful and powerful, that means each individual in that family needs to have their own individual prayer life. ഒരു കുടുംബ പ്രാർത്ഥന ഫലവത്തായിട്ട് മുമ്പോട്ട് ഓടണമെങ്കിൽ അവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു വ്യക്തിഗതമായ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. Amen.
So let's talk about corporate prayer because that's where we are here today as a corporate gathering. നമ്മൾ ഇവിടെ ആയിരിക്കും ഒരു കൂട്ടായ്മയോട് ഇവിടെ ആയിരിക്കും ഒരു കൂട്ടായ്മയുടെ പ്രാർത്ഥന എന്താണെന്ന് നാം ആഴമായി ചിന്തിക്കാം. Fundamentally, we need to understand this is what the Word of God teaches, that we do not pray the same way in our individual prayer that we pray in a corporate prayer. നമ്മൾ വ്യക്തിഗതമായി പ്രാർത്ഥിക്കുന്ന അതുപോലെ ആയിരിക്കത്തില്ല ഒരു കൂട്ടായ്മയിൽ കൂടുമ്പോഴുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. Yeah, we cannot pray the same way. അങ്ങനെയുള്ള ഒരു രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. Our individual prayer takes a different shape, form and structure than our corporate prayer. നമ്മുടെ വ്യക്തിഗതമായ പ്രാർത്ഥനയിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആയിരിക്കത്തില്ല കൂട്ടായ്മയിൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. Yeah, in an individual prayer we can go hours and hours as long as we want. Corporate prayer we cannot. There is a structure, there is an order in which that has to be done. I mean വ്യക്തിഗത പ്രാർത്ഥനയെ നിങ്ങൾക്ക് മണിക്കൂറുകളോളം ഉള്ളറകളിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എന്നാലോ കൂട്ടായ്മയിൽ വരുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു രീതികളുണ്ട്, ആചാരങ്ങളുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. Now understand, I am 110,000% Pentecostal. ആമേൻ. ഞാൻ 100% ഒരു പെന്തിക്കോസ്ത് ലൈഫിൽ ഞാൻ ജീവിച്ചത്. Yeah, every inch of me is Pentecostal. എൻ്റെ ഓരോ അടിയും ഓരോ ഇഞ്ച് എന്ന് പറയുന്നതും അത് പെന്തിക്കോസ്ത് ജീവിതത്തിൽ കൂടെ കടന്നു പോയതാണ്. Oftentimes when we talk about order and structure, people think we are limiting the movement of the Spirit. നമ്മൾ പലപ്പോഴും അതിനൊരു രീതി ക്രമം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ആത്മാവിനെ കെടുത്തിക്കളയാൻ ശ്രമിക്കുന്നു നിങ്ങൾ ഒരു പക്ഷെ ചിന്തിക്കുമായിരിക്കും. No, the Pentecostal church has always taught and believed that in the midst of the order and structure there is the freedom of the Spirit. ആമേൻ. ഈ പെന്തിക്കോസ്ത് സമൂഹം എന്ന് പറയുന്ന പെന്തിക്കോസ്ത് ആരാധന രീതി എന്ന് പറയുന്നത് ആ ഒരു ക്രമത്തിനകത്താണെങ്കിൽ പോലും അതിനകത്ത് ഒരു ആത്മീയ വർദ്ധനം വീര്യം ഉണ്ടായിരിക്കുന്നു. Praise the Lord. Amen. So that's important we understand that. So our services is not a free range, do whatever you feel the Spirit of God is leading. Absolutely not. There is an order, there is a structure, there is a format, and in that the Spirit of God has full freedom to move. ആമേൻ. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ട് എന്തും കാണിച്ചു കൊണ്ട് പോകാമെന്നുള്ളതല്ല. ഇതിനകത്ത് കടന്നു വരുമ്പോൾ അതിനകത്ത് അതിൻ്റെതായ ഒരു നിയന്ത്രണങ്ങൾ ക്രമങ്ങളുണ്ട്. അതിനനുസരിച്ചാണ് മുമ്പോട്ട് ഓടേണ്ടത്. So for corporate prayer there are three things that we need to remember. I call these the 3 S's. 3 കാര്യങ്ങളാണ് കൂട്ടായ്മയിൽ കാണുന്ന പ്രാർത്ഥനയിൽ കാണുന്നത്. Number 1, the prayer must be short. അതിനകത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചുരുക്കമായിട്ടുള്ള പ്രാർത്ഥനയായിരിക്കണം. I wish some people said amen to that. This is not a time for you to pray 25-30 minutes. ഇവിടെ 25-30 മിനിറ്റ് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയമായിട്ടല്ല നാം കാണേണ്ടത്. Hallelujah. Amen. Some people say, Pastor, when I pray, that's how I pray. ആമേൻ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് പറയും. ആ സ്വഭാവം മാറ്റണമെന്നാണ് ഞാൻ പറയുന്നത്. Praise God, that has to change. ആമേൻ. അങ്ങനത്തെ ഉള്ള ഒരു സ്വഭാവ രീതി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റണം. We need to be able to pray. You in your individual prayer, you pray as long as you want. In a corporate prayer, you must be mindful of your surrounding, mindful of the time you're taking. It must be a short, concise prayer. ആമേൻ. വ്യക്തിഗതമായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് മണിക്കൂറുകൾ എടുത്ത് പ്രാർത്ഥിക്കാം. എന്നാലോ ഒരു കൂട്ടായ്മയിൽ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ സമയക്രമങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. Number 2, corporate prayer is a time where the prayer must be specific. അവിടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്നതിന്റെ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. This is not a time to pray general prayers. അവിടെ ഒരു സാധാരണമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതല്ല. കുഞ്ഞുമോളമാമേ അവരുടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമേ, കൂടിയിരിക്കുന്നേ, അവരുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിന്റെ. This is not the time to pray that prayer. അങ്ങനെ എല്ലാ വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പ്രാർത്ഥനയല്ല ഈ കൂട്ടായ്മയിൽ വരുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്. No, in the corporate prayer we gather together to pray for specific needs, specific things pertaining to the church and the body of Christ. ആമേൻ. ആ ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലേക്ക് കടന്നു വരുമ്പോൾ സഭയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി വ്യക്തമായിരുന്നു പ്രാർത്ഥിക്കുന്നതാണ് കൂട്ടായ്മ പ്രാർത്ഥന. What is so specific need? That is the third point. The needs that we're praying for must be strategic. അവിടെ ഒരു പ്രത്യേക തന്ത്രമായി തന്നെ ഒരു പ്രത്യേക സ്ട്രാറ്റജി അതിനകത്ത് ഉണ്ടായിരിക്കും. What do I mean by strategic prayer? അല്ലെങ്കിൽ എന്താണ് അതിനകത്തെ ഘടന എന്ന് പറയുന്നത്? The church here, our local church, we have a mission and we have a vision that God has given us. നമുക്കൊരു ലക്ഷ്യങ്ങളും നമുക്കൊരു കാഴ്ചപ്പാടുമുള്ള ഒരു സഭയാണ് നമ്മുടെ ഈ സഭ എന്ന് പറയുന്നത്. We have ministers who are appointed to lead that. We have ministerial teams, worship team, media team, hospitality team, outreach team, teaching team, different people who are working for that. We have different activities throughout the week that is with the intention to achieve that vision and mission. And we are focusing in different areas in Delaware, Pennsylvania, targeting, hoping and praying that God will give us souls from
these areas. ആമേൻ. കാഴ്ചപ്പാടുകളും ആ വിഷനിൽ കൂടി കടന്നു പോകുമ്പോൾ ഇതിനകത്തേക്ക് ഉൾക്കൊള്ളുന്ന മീഡിയ ടീം ആയിക്കോട്ടെ, ആരാധന ടീം ആയിക്കോട്ടെ, പല ടീമുകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിനുവേണ്ടി അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി, ഈ ഡെലിവറിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. Corporate prayer is a time when we uphold all these things and really intercede and pray for the mission and vision of the church. നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ വിഷൻസ്, നമ്മുടെ അതിനെല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ഈ കോർപ്പറേറ്റ് പ്രേയറിൽ നമ്മൾ കൂടുന്നത്. We pray for the worship team so that they can lead worship powerfully. ആരാധനയെ ലീഡ് ചെയ്യുന്ന ടീമിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. അതുകൊണ്ട് മുന്നോട്ട് നന്നായിട്ട് ഓടാൻ We കഴിയും. pray for those who are teaching God's word, that the teaching of the word will be effective. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടി ആഴമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. We pray for the different ministerial activities that are taking place throughout the week. ഈ ആഴ്ചകളിൽ ഓരോ ആക്ടിവിറ്റീസ് എടുക്കുന്ന ഓരോ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. We pray for specific areas, Wilmington, Hockessin, our Middletown town. We pray for these areas that God would give us souls, that there would be prayer meetings in those areas. Bible studies will start, that ministers will come up and target and work in those areas to bring people to the kingdom of God. ചുറ്റോട് ചുറ്റും നാം ആയിരിക്കുന്ന പ്രദേശങ്ങൾക്ക്, വിൽമിംഗ്ടൺ ആയിക്കോട്ടെ, ഒക്കസിലായിക്കോട്ടെ, മിൽട്ടൺ ആയിക്കോട്ടെ, എല്ലാ പ്രദേശങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അനേക ആത്മാക്കളെ കൂട്ടിവരുത്തുവാനാ, അനേക ശുശ്രൂഷകന്മാർ കടന്നു വരുവാനാ, ഇതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. I counted this last week. I think our church, we have at least 20 prayer needs if we look at our strategy and our vision. നമ്മുടെ 20 കാര്യങ്ങളാണ് യഥാർത്ഥമായി സഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ If we തിരിച്ചറിയുന്നു. take 3 minutes to pray for each need, that itself is 60 minutes, 1 hour without any repetition in our prayer. ഒന്നിനും നമ്മൾ റിപ്പറ്റീഷൻ ഇല്ലാതെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾ 3 മിനിറ്റ് നിങ്ങൾ എടുത്താൽ നിങ്ങളുടെ ഓരോ മണിക്കൂറായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ചെലവഴിക്കുന്നത്. We don't pray for the things pertaining to the church. We pray for Ponachan's co-workers, cousins, mother-in-law is cancer, we need to pray. നമ്മൾ പലപ്പോഴും ദൂരസ്ഥലത്തായിരിക്കുന്ന പല വ്യക്തികൾക്കും വേണ്ടിയാണ് ഒരു പക്ഷേ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. You pray for that in your individual prayer, a family prayer. Not the corporate. Everybody's praying. We don't even know if they're a believer or not. Who is this person? What does this thing have to do with the strategy of the church? It has nothing to do with it. ആമേൻ. ഒരു പക്ഷേ നമുക്ക് പേര് പോലും അറിയാത്ത പല വ്യക്തികൾക്കും വേണ്ടി, ദൂരത്തായിരിക്കുന്ന പല വ്യക്തികൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അത് നിങ്ങളുടെ വ്യക്തിഗതമായ പ്രാർത്ഥനയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. എന്നാൽ കോർപ്പറേറ്റ് പ്രാർത്ഥനയിൽ നമ്മുടെ സഭയുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. Intercession is needed in your individual prayer. Corporate prayer, needs a time to strategically pray for the church. ആമേൻ. ആ പ്രാർത്ഥന നിങ്ങൾ വ്യക്തിഗത പ്രാർത്ഥനയിൽ ഇടിവിൽ നിന്ന് കരയേണ്ടത് നിങ്ങൾ ആയിരിക്കണം. എന്നാലോ കോർപ്പറേറ്റ് പ്രേയറിൽ നിങ്ങൾ സഭയുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത്. Amen. ഹല്ലേലൂയ. Amen. I think after this, either our prayer life as a church is going to change to another level or praise God. Why do we? It's important that we understand these differences. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിന്റെയൊക്കെ ഈ ഡിഫറൻസ് അറിയണമെന്ന് പറയുന്നത്? Now let me also cover one more thing. Since July we have our fasting prayer coming up. Let me say fasting is a one type of prayer. ഉപവാസ പ്രാർത്ഥന കടന്നു വരുന്ന, അടുത്ത മാസം കടന്നു വരുന്നു. എന്താണ് ഉപവാസ പ്രാർത്ഥനയിൽ കൂടി അർത്ഥമാക്കുന്നത്? It's an important aspect of prayer. അത് ഏറ്റവും ആ പ്രാർത്ഥനയുടെ ഏറ്റവും അത്യന്തമായ ഒരു ഘടന, ഒരു ആവശ്യമാണ്. If I was to define fasting, it's very simply, it is an intense form of prayer for a specific purpose. ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി ആഴമായ എരിവോടുകൂടി പ്രാർത്ഥിക്കുന്നു എന്നാണ് ഫാസ്റ്റിംഗ്, ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്. Amen. ഹല്ലേലൂയ. സ്തോത്രം. What is the specific purpose? Let's start there. എന്താണ് പ്രത്യേക ലക്ഷ്യം എന്ന് പറയുന്നത്? What is the situations in the word of God that people fasted? ആമേൻ. ആ ദൈവത്തിന്റെ വചനത്തിൽ ജനം ഉപവസിക്കുമ്പോൾ എന്താണ് സംസാരിക്കുന്നത്? Number 1, for repentance. ആമേൻ. അവിടെ മാനസാന്തരത്തിന് വേണ്ടി. Oh, repentance is not just for outside the church. Repentance is for inside the church. സഭയ്ക്ക് വെളിയിലുള്ളവർക്കല്ല, അകത്തുള്ളവർക്ക് തന്നെ മാനസാന്തരം ഉണ്ടാകണം. Number 2, for divine counsel when we don't know what direction we need to go, what step we need to take. And the word of God teaches us it is during a time of fasting and prayer that God reveals his counsel, his will, his word to his people and give them the counsel, the direction they need to go. ദൈവിക ഉപദേശത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ട്. Number 3, it is a time for deliverance. ആമേൻ. നാം ആയിരിക്കുന്നിടത്ത് നമുക്ക് ഒരു വിടുതലിന് വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ട്. Yeah, the areas in our life that is blocked, the areas that we are stuck, the areas that our enemy is very cleverly pushing and really confiding us. It is through fasting and prayer that we are able to move forward and take the deliverance in the name of Jesus Christ. ആമേൻ. മുമ്പോട്ട് പോകുവാൻ കഴിയാതെ ശത്രു തടസ്സമിട്ടിരിക്കുന്ന, ജീവിതത്തിന് തടസ്സമിട്ടിരിക്കുന്നിടത്ത്
അവിടെ ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിടുതലിന് വേണ്ടിയാണ് നാം ഉപവാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. Number 4, it is for divine protection. ഒരു ദൈവികമായ ഒരു പ്രൊട്ടക്ഷൻ, കരുതലിന് വേണ്ടി നാം We പ്രാർത്ഥിക്കുന്നുണ്ട്. see that in the book of Ezra, when the people were coming back from Babylon, before they started the journey, they fasted and prayed for the divine protection of the Lord. ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം ദൈവത്തിന്റെ കരുതലിന് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു ജനത്തെ നാം കാണുന്നുണ്ടല്ലോ. Number 5, it is for the divine blessing. ഒരു ദൈവിക അനുഗ്രഹത്തിന് വേണ്ടി നാം ഉപവാസത്തോടെ When പ്രാർത്ഥിക്കുന്നു. I say blessing, I'm not talking about the car, the house, the finance. ഞാൻ അനുഗ്രഹത്തിന് വേണ്ടി പറയുമ്പോൾ കാറോ ഹൗസോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. The divine blessing is the spiritual, eternal, heavenly blessings from the Lord. ആമേൻ. ഡിവൈൻ ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ അനുഗ്രഹത്തെ പറ്റിയാണ് പറയുന്നത്. It is the presence and the power of the Spirit of God. ആമേൻ. ദൈവത്തിന്റെ ആത്മീയ ശക്തിയാണ് നമ്മൾ വെളിപ്പെടുന്നത്. It is the supernatural spiritual gifts that He pours upon you. എന്നിലും നിന്നിലും പകരുന്ന ഉയരത്തിലെ ആത്മീയ ശക്തിയാണ് ഡിവൈൻ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്. It is the calling and ministry that God is putting on you. എന്നിലും നിന്നിലും പകർന്നിരിക്കുന്ന ഉയരത്തിലെ ആ വിളിയാണ് ഡിവൈൻ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്. How do we receive that? It is through fasting and prayer. ഉപവാസത്തിൽ കൂടി മാത്രമേ, പ്രാർത്ഥനയിൽ കൂടി മാത്രമേ അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ. Praise God. ആമേൻ. So fasting is important. Why are we fasting in July this month? Our pastor got a special leading from the Lord to do that, for us to receive certain divine blessings from the Lord. ആമേൻ. ഇതുകൊണ്ടാണ് നാം ജൂലൈയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പാസ്റ്ററിന് കിട്ടിയ വെളിപ്പാടിനനുസരിച്ച് ഇതെല്ലാം ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കണം. I specifically said our main number one thing is that there must be a filling of the Spirit in us from young to old, and that the church be taken to the spiritual anointing that God desires of us. ആമേൻ. ദൈവം നമ്മളിൽ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ചില ആത്മീയ ശക്തി അത് യൗവനക്കാരെ തുടങ്ങി മുതിർന്നവരിൽ എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. Praise the Lord. This is why we fast. അതുകൊണ്ടാണ് നാം ഉപവസിക്കുന്നത്. Now let's look at that word intense. അവിടുത്തെ ആ തീവ്രത അല്ലെങ്കിൽ തീവ്രതയെ പറ്റി നമുക്ക് What makes fasting intense? എന്തുകൊണ്ടാണ് നമ്മുടെ ഉപവാസം അധികമായി തീവ്രതയിലൂടെ കടന്നു പോകുന്നത്? Number 1, it is a time of a desperation, a cry, an urgency from us. ആമേൻ. ഇത് പലപ്പോഴും നിരാശയുടെ, കണ്ണുനീരിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ആപത്ഘട്ടങ്ങളുടെ അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ. Yeah, this is not a time where we pray, oh, we just pray, and if it happens, it happened. No. Fasting is when we are really pressing into the presence of God, saying, God, there is a desperate moment here. There is a time-sensitive thing that I need to see the answer, the hand of God move upon this. ഈ സമയത്ത് ഒഴുക്കം മട്ടിൽ പ്രാർത്ഥിച്ചു പോകത്തില്ല, അത് സംഭവിച്ചുവല്ലോ എന്ന് പറഞ്ഞ് പോകാനല്ല, അവിടെ ദൈവമേ ഇങ്ങനെയുള്ള സാഹചര്യമുണ്ട്, ഇതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണമേ എന്നുള്ള ആത്മാർത്ഥയോടെ എരിവോടെ പ്രാർത്ഥിക്കുന്നു. Number 2, it is intense because it is a time where we refrain from food. ഇവിടെയാണ് നമ്മളെ ഉപവാസം എന്ന് പറയുന്നത് ആഹാരത്തിൽ നിന്ന് ആഹാരം കഴിക്കാതെ മാറി നിൽക്കുന്നു. Okay, let me say, some people have now, with today's modern thing, have kind of redefined what this is. എന്താണെന്ന് ഒന്നുകൂടെ ഞാൻ വീണ്ടും വ്യക്തമായി പറയാം. Yeah, ചില ആളുകൾ ഈ ഉപവാസത്തിന്റെ ഡെഫിനിഷൻ മാറ്റിക്കൊണ്ടിരിക്കുക. It means now they say, okay, if I stay away from social media, that's a fasting. ആമേൻ. ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു പക്ഷേ ഉപവാസം എന്ന് പറയുന്നു. I stop watching YouTube, that's a fasting. ഞാൻ യൂട്യൂബ് വാച്ച് ചെയ്തില്ലെങ്കിൽ അത് ഒരു ഫാസ്റ്റിംഗ് ആയിട്ട് പറയുന്നു. I stop putting sugar in my chai, that's a fasting. ഞാൻ എന്റെ ചായക്കകത്ത് ഷുഗർ ഇട്ടില്ലെങ്കിൽ അത് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നു. I stop eating meat, that's a fasting. We call it Daniel fast. ആമേൻ. ഡാനിയൽ ഫാസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ മീറ്റ് കഴിക്കാതിരുന്നാൽ അതും ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്നു. These are all good things to do. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നല്ലത് തന്നെയാണ്. But that's not the biblical definition of fasting. അതല്ല ആത്യന്തികമായി വചനത്തിൽ നിന്ന് വിളിച്ചു പറയുന്നത്. Bible teaches us fasting is refraining from food in the pursuit of God's presence and God's word. ആമേൻ. ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ സാന്നിധ്യത്തിനുമായിട്ട് എല്ലാ ഫുഡിൽ നിന്നും മാറി നിൽക്കുന്ന ഒന്നാണ് ഉപവാസം എന്ന് പറയുന്നത്. Amen. ആമേൻ. That's fasting. അതാണ് ഉപവാസത്തിൽ കൂടി അർത്ഥമാക്കുന്നത്. Now how that's implemented is dependent on each individual. അത് ഞാനും നിങ്ങളും ചിന്തിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഉള്ളിൽ ആ ഫാസ്റ്റിംഗ് കടന്നു വരുന്നത്. Because not every one of us is able to do a full day fast like that. ഒരു പക്ഷേ നമ്മൾ ഒരു മുഴു ദിവസ ഉപവാസം എടുക്കാൻ നമുക്ക് കഴിയത്തില്ലായിരിക്കും. People have health issues, people are on medication. This is why the word of God never commands it as a necessary requirement that you have to fast every year or fast a full, because God knows there are people and situations where people cannot do that. പലരും പല ആരോഗ്യകരമായ ഹെൽത്ത് ഇഷ്യൂസിൽ കൂടി കടന്നു പോകുമ്പോൾ അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ടാണ് അവർ ഉപവാസത്തിൽ കൂടി കടന്നു പോകുന്നത്. But refraining from food is an important element of fasting. എന്നാലോ ഫുഡിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് യഥാർത്ഥമായി ആ ഒരു ഫാസ്റ്റിംഗിന്റെ ആത്യന്ത്യം എന്ന് പറയുന്നത്. So here's my advice for some of you young people. ഇവിടെ ആയിരിക്കുന്ന യൗവനക്കാരോട് ചില ഉപദേശങ്ങൾ ഞാൻ വിളിച്ചു പറയട്ടെ. Yeah, before you develop acidity reflux and other issues that make it harder for you to fast, this is the best age and the best time for you to fast
fast and pray in the presence of God. ആമേൻ. നിങ്ങൾക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും തുടങ്ങേണ്ടതാണ്. It was during my high school and college years that I did the most fasting in my life. ആമേൻ. ഞാൻ ഹൈസ്കൂളിലും കോളേജിലായിരിക്കുന്നപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപവാസത്തിൽ കൂടി കടന്നുപോയത്. Now it's getting much harder on me. ഇപ്പോൾ എനിക്ക് ഉപവസിക്കാൻ അധികം കഴിയുന്നില്ല. Probably another 10-15 years I may not be able to do it like this anymore. ആമേൻ. അടുത്ത 10-15 വർഷം എനിക്ക് ഒരു പക്ഷേ ഇങ്ങനെ ചെയ്യുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. So this morning time, my encouragement to you is, as your school has ended and you have your summer, and this is the best time for you to start developing a discipline of fasting and prayer in your life. ആമേൻ. ഇപ്പോൾ നിങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു, വെക്കേഷനിലായിരിക്കുന്നു. ഈ സമയത്താണ് നിങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കടന്നു പോകേണ്ടത്. Amen. Number 3, it is intense because this fasting is always related to spiritual warfare. ഉപവാസം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആത്മീയ യുദ്ധത്തിൽ കൂടി കടന്നു Yeah, പോകുന്നു. when I teach my class on spiritual warfare, there's about 8 or 9 topics we talk about. One of them mainly is fasting. ആമേൻ. ആത്മീയ പോരാട്ടത്തെ കുറിച്ച് ഞാൻ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഉപവാസമാണ്. Where do we fight? What is our enemy that we're fighting against? ഏത് ശത്രുവിനോടാണ് നാം പോരാടിക്കൊണ്ടിരിക്കുന്നത്? Number 1, our mind. We're fighting against our mind. നമ്മുടെ മനസ്സിനോട് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയല്ലേ? It's so hard to stay focused in prayer in our mind. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പ്രയാസത്തിൽ കൂടി കടന്നു Just as I say, like if I feel led to pray for somebody like Noah, I'm going to start praying for Noah. Then I think of Noah in the Bible. Then I think of Noah's Ark. Then I think of the Ark replica in Kentucky. From there I saw the giraffe. Then I think about the giraffe I saw in Philadelphia Zoo. Look at that. Within 10 seconds of me praying, I'm already in Philadelphia Zoo. ആമേൻ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷയത്തിൽ തുടങ്ങി പലപ്പോഴും ആ വിഷയത്തിൽ റിലേറ്റ് ചെയ്ത് പലയിടത്തോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് പോകുന്നത്. Now for a 15-minute family prayer, that's okay. We can kind of sit there and focus. 15 മിനിറ്റ് കുടുംബ പ്രാർത്ഥന ഒരു പക്ഷേ നമുക്ക് അവിടെ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ Even പറ്റുമായിരിക്കും. for a Friday Zono meeting is not bad, because even though we're sitting there an hour and a half, first half an hour songs and other things, then the last half an hour is message. So really only 25-30 minutes we really had to focus in prayer. ആമേൻ. നമ്മുടെ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ ആദ്യത്തെ 30 മിനിറ്റ് പാട്ടിൽ കൂടി കടന്നു പോകുന്ന, അടുത്ത 30 മിനിറ്റ് പ്രസംഗത്തിൽ കൂടി കടന്നു പോകുന്ന, only 30 മിനിറ്റ് ആയിരിക്കും ഒരു പക്ഷേ നമ്മൾ But കോൺസെൻട്രേറ്റ് when I'm in a state of fasting, ആമേൻ. ഞാൻ എന്നാൽ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ how do I keep my mind focused on God and what I'm praying to the Lord? ഞാൻ ഉപവാസത്തിലായിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നതെന്ന് It's a അറിയുന്നു. very hard thing to do. അത് വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. Now I'll give you a tip on how to overcome that. എങ്ങനെയാണ് നമ്മൾ അതിനെ തരണം ചെയ്യാൻ പോകുന്നത്? Pray out loud. ആമേൻ. നിങ്ങൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. See, even if other people are praying out loud, you can just pray, Lord Heavenly Father, and in that whisper loud, that will help your mind stay. It's when you pray internally, quietly, is when your mind tends to be jumping all over the place. നമ്മൾ നിശബ്ദമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഉള്ളത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സ് പലയിടത്തായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നാലോ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിന്റെ കോൺസെൻട്രേഷൻ കിട്ടും. Okay, these are all free tips I'm giving you this morning. Number 2, we are fighting against our body, our flesh. നമ്മുടെ ശരീരത്തോട്, നമ്മൾ ജഡത്തോട് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നു. Yeah, our outer man does not like to sit in God's presence and pray. നമ്മുടെ ജഡം ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ നമ്മളെ അനുവദിക്കത്തില്ലായിരിക്കാം. Yeah, this is why we can work 8 hours, but then we come to church, we're sleepy. ആമേൻ. അതുകൊണ്ടാണ് 8 മണിക്കൂർ നമ്മൾ ജോലി ചെയ്തിട്ട് ഇവിടെ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ ഉറക്കം വരുന്നത്. We don't get sleepy in work, but we get sleepy in church. നമ്മൾ വർക്കിൽ നമ്മൾ ഉറങ്ങത്തില്ല, ഇവിടെ വരുമ്പോൾ നമ്മൾ ഉറങ്ങുന്നു. Yeah, we work 8 hours, we go home and we do another couple hours of housework, no problem. We come to church and then after church we need a nap on Sunday. ആമേൻ. 8 മണിക്കൂർ നമ്മൾ ജോലി ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഭവനത്തിൽ വന്നിട്ട് വീണ്ടും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നു. എന്നാലോ ഇവിടെ വന്നിട്ട് വീണ്ടും നിങ്ങൾ സഭയിൽ വന്നിട്ട് മടങ്ങി പോകുമ്പോൾ അവിടെ വീണ്ടും നിങ്ങൾ ഉച്ച ഉറക്കം എടുക്കുന്നു. Because why? Because it is whether we realize it or not, our outer man is fighting these 2.5 hours we're sitting in God's presence. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരം, ജഡം ദൈവത്തോട് ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. So we're fighting. Number 3, we're fighting against the world. ഈ ലോകത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. The systems of the world. ഈ ലോകത്തിന്റെ അവസ്ഥകളോട് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നു. The entertainment in the education system, the government system, the systems that are put in place by the enemy himself to pull us away from God. ആമേൻ. ഈ ലോകത്തിന്റെ ഘടനകൾ, അവിടെ ആയിരിക്കുന്ന എന്റർടൈൻമെന്റ്, അവിടെ ആയിരിക്കുന്ന ഗവൺമെന്റ് സ്ട്രക്ചർ, ഇതെല്ലാം നമ്മുടെ ആത്മീയതയിൽ നിന്ന് നമ്മൾ വലിച്ചുകൊണ്ട് പോയിരിക്കുന്ന അവസ്ഥ. Number 4, we're fighting against Satan and the powers of darkness. ആമേൻ. ഈ അന്ധകാര ശക്തികളോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. Oh yeah. When we engage in fasting, we are stepping into the enemy's camp. ആമേൻ. നമ്മൾ ഫാസ്റ്റിംഗിലായിരിക്കുമ്പോൾ ദൈവത്തെ ശത്രുവിന്റെ തന്ത്രങ്ങളിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുക. Praise the Lord. Amen. That's why we get the deliverance. അവിടെയാണ് നമുക്ക് വിടുതൽ ലഭിക്കുന്നത്. That's why we see the breakthrough. അവിടെയാണ് ദൈവത്തിന്റെ ഒരു ബ്രേക്ക് ത്രൂ. Because we go into the enemy's camp and we are literally fighting with the enemy and pulling out
what the enemy is blocking from our life and really stepping into the will of God for us. ഒരു ഉപവാസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ശത്രു നമ്മുടെ മുമ്പിലായിരിക്കുമ്പോൾ ആ ശത്രുവിൽ നിന്ന് പിടിച്ചടക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. So we need to have this awareness when we engage in fasting and നമ്മൾ prayer. ഉപവാസത്തിലായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ബോധത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ഉപവാസത്തിലായിരിക്കേണ്ടത്. Because if not, what's going to happen is we take this so lightly and instead of seeing breakthrough, we get backfiring from engaging in warfare without the seriousness as needed. നമ്മൾ ഉപവാസത്തെ ലഘുവായിട്ട് കാണുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വിടുതലിന് പകരമായിട്ട് ശത്രുവിന്റെ തന്ത്രങ്ങൾ കീഴടങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ്. തിരിച്ചടി ലഭിക്കും. The things backfire on. This is why many churches, when the number one fight takes place when? After 21 days fasting. ആമേൻ. ചില സഭകളുടെ ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത് എപ്പോഴാ? ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട്. Why? Because they engage in this thing as if, we need a fasting prayer every week, we need a fasting prayer every month, and just for the sake of having a meeting, not understanding that this is a warfare that we are engaging in. They take it so lightly, they take it so casually, like any other meeting, and things backfire on them. ഏതൊരു പ്രാർത്ഥനയും പോലെ ഉപവാസ പ്രാർത്ഥന നിങ്ങൾ സാധാരണമായി ലഘുവായി എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള പിശാചിന്റെ പോരാട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. So why does our church not do it like every other Pentecostal church out there? Every week fasting, every Friday fasting, every third month this fasting, that fast? Is because we recognize this is a warfare and we're only going to do it when we get the leading and guidance from the Spirit of God to do so. മറ്റുള്ള ചർച്ചകൾ ചെയ്യുന്നത് പോലെ എല്ലാ മാസവും ഉപവാസവും എല്ലാ ആഴ്ചകളിലും ഉപവാസവും എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ദൈവത്തിൽ നിന്നൊരു നടത്തിപ്പില്ലാതെ നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥന നമ്മൾ എടുക്കത്തില്ല. Praise the Lord. ആമേൻ. Let's come to the text here. ആമേൻ. നമ്മൾ നമ്മുടെ വചനത്തിലേക്ക് മടങ്ങി വരാം. What with looking at that definition? ആമേൻ. അതിനകത്ത് ഉപവാസത്തെ പറ്റി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് And looking at what Jabez has done here. യാബേസ് എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കി കഴിഞ്ഞാൽ Even though it does not clearly say from the text that he was fasting, I really believe he was fasting. ഇതിനകത്ത് ഈ യാബേസ് ഉപവാസത്തിൽ കൂടെ പോകുന്നില്ല എന്ന് പറയുന്നെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നു ഈ യാബേസ് ഉപവാസത്തിൽ കൂടെ തന്നെയാണ് Because this is an intense form of prayer for a specific purpose. ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി എരിവോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നാം കാണുന്നത്. Regardless whether you agree or not, that's irrelevant. We see that Jabez's prayer is a small prayer. യാബേസ് എന്നോട് എഗ്രി ചെയ്താലും ഇല്ലല്ലോ, യാബേസിന്റെ പ്രാർത്ഥന ഒരു ചെറിയ പ്രാർത്ഥനയാണ്. Less than 30 seconds to pray. 30 സെക്കൻഡിന് താഴെയുള്ള ഒരു പ്രാർത്ഥന. But one of the most effective prayers. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള എഫക്റ്റീവ് ഫലപ്രദമായ ഒരു പ്രാർത്ഥന. Okay, this is where some of our thinking has to change. ഇവിടെയാണ് നമ്മുടെ ചില ധാരണകൾ മാറ്റേണ്ടത്. Because oftentimes when we say we have to increase our prayer, we have to strengthen our prayer, oftentimes we, from an individual perspective, we say, well, that means I need to spend more hours in prayer. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ജീവിതം കൂട്ടണം, നമ്മുടെ പ്രാർത്ഥന കുറച്ചുകൂടെ ഫലപ്രദമാക്കണം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഒത്തിരി പ്രാർത്ഥന മീറ്റിങ്ങുകൾ, പ്രാർത്ഥന കൂട്ടങ്ങൾ വേണമെന്നാണ്. Yeah, but we say basically for our individual life, പ്രാർത്ഥന ശക്തിപ്പെടണമെന്ന് പറയുമ്പോൾ we take that to mean strengthened prayer is equal to 2 more hours of prayer. ആമേൻ. അതാണ് നമ്മൾ മണിക്കൂറുകൾ കൂടുതൽ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ചിന്താഗതി തെറ്റിദ്ധാരണയാണ്. And even from a corporate setting, a church setting, when we say we need to become stronger in prayer, we equate that to mean more prayer meetings. കൂട്ടായ്മ പ്രാർത്ഥന വരുമ്പോൾ പ്രാർത്ഥന ഒരു ഫലപ്രദമാകണം, ഒരു ശക്തിയോടെ പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ മീറ്റിങ്ങുകൾ വേണമെന്നുള്ള ചിന്താഗതിയോടെ പോകുന്നു. But understand this, this is if there's one thing that I think our thinking, most churches thinking has to change is this. It's not that we need more meetings. Our meetings need to become more effective. ഒത്തിരി കൂട്ടായ്മകൾ കൊണ്ടുള്ള ആവശ്യമല്ല, എന്നാൽ ഓരോ കൂട്ടായ്മയും യഥാർത്ഥമായി ഫലപ്രദത്തോടു കൂടി പോകേണ്ടതാണ്. Don't misunderstand me. I'm a meeting person. I go and minister in meetings. ഞാൻ എല്ലായിടത്തും പോയി ഞാൻ ആരാധന പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ട്. മീറ്റിംഗ് ശുശ്രൂഷിക്കുന്ന ഒരാളാണ്. മീറ്റിംഗ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ശുശ്രൂഷയില്ല. ശുശ്രൂഷയിൽ കൂടി കടന്നു പോകുന്നതാണ് ഞാൻ. But understand, it's not that I need 10 meetings for a church, but even if there's only 1 or 2 meetings, if those 2 meetings are more effective than the 10 meetings combined, then we have to realize what are we really focusing on, having more meetings or having more effectiveness. 10 മീറ്റിങ്ങുകളെക്കാളും 2 മീറ്റിങ്ങുകൾ ഏറ്റവും ഫലപ്രദമായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഫലപ്രദമായി പോകുന്ന 2 മീറ്റിങ്ങുകളാണ്. Some of you are looking at me very intensely. വളരെ ഇന്റൻസോടെ നിങ്ങളെ പലരും എന്നെ നോക്കുന്നുണ്ട്. But we have to ask ourselves, is our prayer, corporate prayer, individual prayer, family prayer, church prayer, is it effective or not? നമ്മുടെ ആയിരിക്കുന്ന വ്യക്തിഗത പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, കോർപ്പറേറ്റ് കൂട്ടായ്മ പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥനയൊക്കെ യഥാർത്ഥമായി ഫലപ്രദത്തിൽ കൂടിയാണോ പോകുന്നതെന്ന് നമുക്ക് നോക്കണം. When we've been praying
for our church to receive the filling of the Spirit. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സഭയ്ക്കകത്ത് ആ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങി വരണം. Why are we not singing? Is it not the will of God? ഇത് ദൈവത്തിന്റെ ഹിതമല്ലാത്തതാണോ? എന്തുകൊണ്ടാണ് നമുക്കത് ലഭിക്കാത്തത്? Why are we not saying that? എന്തുകൊണ്ടാണ് അത് ഇവിടെ വെളിപ്പെട്ട് കാണാത്തത്? When we're praying for souls to come to the saving faith of Christ, why are we not saying that? എന്തുകൊണ്ടാണ് ആ പുതിയ ആത്മാക്കൾ രക്ഷിക്കപ്പെടണമെന്ന് എന്തുകൊണ്ടാണ് കാണാത്തത്? Is that not the will of God? ഇത് ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ലയോ? When the prophets during the fasting prayer time and time again say the same prophetic word over and over again, and we're praying for that, but we're not seeing that word come to fulfillment, what is happening? ഓരോ ഉപവാസ പ്രാർത്ഥനയിലെ പ്രവാചകന്മാർ വന്നിട്ട് പലതും ഒരേ പ്രവാചകം പറയുന്നു, എന്നാലും അതിന്റെ ഒന്നും ഒരു ഫലപ്രദമായി കാണുന്നില്ലല്ലോ. You say, well, maybe it's not God's timing. എന്നാൽ ഇത് ദൈവത്തിന്റെ സമയമല്ലെന്ന് ഒരു പക്ഷേ നിങ്ങൾ പറയുമായിരിക്കും. Okay, if our young people don't receive the filling of the Spirit now, when are they supposed to receive it? 30 years from now? ഇപ്പോൾ നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങൾ ആത്മീയ അഭിഷേകം ലഭിച്ചില്ലെങ്കിൽ ഇനി എപ്പോഴാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്? They need it now. ഇപ്പോഴാണ് അവർ They're in high school and college now. ഹൈസ്കൂളിലോ കോളേജിലായിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോഴാണ് They അഭിഷേകം are getting peer pressured and pressed in every side now. ഇപ്പോൾ അവർ കടന്നു പോകുന്ന സാഹചര്യ സമ്മർദ്ദങ്ങൾ അവർക്ക് ഇപ്പോഴാണ് അഭിഷേകം ലഭിക്കേണ്ടത്. So we have just it's not God's time. Maybe 5 years from now. ഇത് ദൈവത്തിന്റെ സമയമല്ല, മേലെ 5 വർഷത്തിന് ശേഷം എന്നുള്ള പക്ഷങ്ങൾ പറയുമായിരിക്കും. 5 years from now, they're going to be pulverized into pieces. ആമേൻ. അവിടെ നിന്നിട്ട് നിങ്ങൾ 5 വർഷം ശേഷം അവർ വീണ്ടും അവിടെ നിന്ന് കടന്നു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. When do we need the souls? എപ്പോഴാണ് നമുക്ക് നമ്മുടെ ആത്മാക്കളെ വേണ്ടുന്നത്? Jesus Christ is coming soon. യേശുക്രിസ്തു വളരെ വേഗം കടന്നു വരുന്നു. That the people, we have no much time left. നമുക്ക് അധികം സമയം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. The world and all the things that are happening in the world is showing that which is promised in the scripture will take place. ലോകത്തിന്റെ സംഭവങ്ങൾ അത് വിളിച്ചു പറയുമ്പോൾ, തിരുവചനത്തിൽ കൂടി വിളിച്ചു പറയുമ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത്. So we don't see souls saved now. When are we going to see them? 30 years from now? We don't even know we have 30 years. ആമേൻ. ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാക്കൾ നേടിയില്ലെങ്കിൽ എപ്പോഴാണ്? 30 വർഷങ്ങൾക്ക് ശേഷമാണ്. 30 വർഷം. So if we know what we're praying is in the will of God. ആമേൻ. ദൈവത്തിന്റെ ഹിതപ്രകാരമാണോ നാം പ്രാർത്ഥിക്കുന്നത് തിരിച്ചറിയണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവഹിതത്തിലുള്ളതാണെന്ന് നമ്മൾ അറിയുമ്പോഴും ഇത് ദൈവത്തിന്റെ സമയമാണെന്ന് അറിയുമ്പോൾ, when we know it's in the will of God and it's in the time of God, yet we don't see it, we have to ask ourselves, what is preventing our effectiveness of our prayer? ആമേൻ. ദൈവത്തിന്റെ ഹിതപ്രകാരം നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഫലപ്രദമായിട്ടില്ല, അതിന്റെ അവസ്ഥകൾ കണ്ടില്ല എങ്കിൽ ദൈവത്തോട് ചോദിക്കണം, എവിടെയാണ് എന്റെ ഫലപ്രദമായ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്നതെന്ന് ചോദിക്കണം. There are many things that affect the effectiveness of our prayer. നമ്മുടെ ഫലപ്രദമായ ഒരു പ്രാർത്ഥനയ്ക്ക് തടസ്സമായി പല കാര്യങ്ങളുണ്ട്. Number one thing is my own life. എന്റെ ജീവിതം തന്നെ അതിന് തടസ്സമായി മാറുന്നുണ്ട്. Your biggest hindrance, your biggest enemy to your prayer is not the powers of darkness. ഈ അന്ധകാരത്തിന്റെ ശക്തിയല്ല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. We think that because Daniel, he prayed and the prince of Persia blocked his answer to his prayer, and we have this thing, the biggest obstacle to my prayer is the powers of darkness. No, the biggest obstacle and enemy to our prayer is ourselves. അന്ധകാരത്തിന്റെ ശക്തി ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിന്നപ്പോൾ എന്റെ പ്രാർത്ഥനയ്ക്കും തടസ്സമായ ഒരു അന്ധകാര ശക്തി ഉണ്ടെന്നോ നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അല്ല, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിങ്ങൾ തന്നെയാണ് ആയിരിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ അകത്ത് തന്നെ ഉണ്ട്. Our biggest enemy is within us. ആമേൻ. നിങ്ങളുടെ അകത്താണ് ആ ശത്രുവായിരിക്കുന്നത്. Why was Jabez's prayer effective? എന്തുകൊണ്ട് യാബേസിന്റെ പ്രാർത്ഥന ഒരു ഫലപ്രദമായ പ്രാർത്ഥനയായി മാറി? Look at how verse 9 says, Jabez was more honorable than any of his brothers. മറ്റുള്ള സഹോദരങ്ങളെക്കാൾ മാന്യനായ ഒരു വ്യക്തിയായിരുന്നു യാബേസ് എന്ന് പറയുന്നു. That means, look at his life before God and before man is an honorable life. ദൈവത്തിന്റെ തന്റെ സഹോദരങ്ങളുടെ നടുവിൽ അവൻ ഒരു മാന്യനായ വ്യക്തിയായിരുന്നു. We want to see an effective prayer. നിങ്ങൾക്ക് ഒരു ഫലപ്രദമായ പ്രാർത്ഥന ആവശ്യമുണ്ടോ? I need to be clear. ആമേൻ. ഒരു വ്യക്തമായ ക്ലിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കണം. Not only do I need to be clear with God, I need to be clear with my fellow brother. ആമേൻ. ദൈവത്തോട് മാത്രമല്ല എന്റെ കൂട്ടു സഹോദരങ്ങളോട് കൂടി അങ്ങനെയുള്ളതായിരിക്കണം. If I have issue with Achan and Achan has issue with me, it doesn't matter how much we say Calvary victory glory, that prayer is not going to be effective. ആമേൻ. രണ്ട് സഹോദരങ്ങൾ തമ്മിൽ ഇടർച്ചയുണ്ടെങ്കിൽ എത്രമാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാലും അതൊരു ഫലപ്രദമായ പ്രാർത്ഥനയായി മാറത്തില്ല. Praise the Lord. എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും മിണ്ടാനൊന്നും പോകുന്നില്ല. I have no problem, but I'm just not going to go and talk. ആമേൻ. എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് എന്നാൽ പോലും ഞാൻ അങ്ങനെ അധികം സംസാരിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ചിന്താഗതിയോട് പോകും. That's a problem. അതും ഒരു പ്രശ്നം തന്നെയാണ്. Praise the Lord, because this is my brother in Christ. ആമേൻ. ക്രിസ്തുവിനുള്ള കൂട്ടു സഹോദരനാണ് ഇവിടെ ആയിരിക്കുന്നത്. Yes, me and him are one body. ഞാനും ഒരുവനോട് ഒരു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. And there should be nothing that prevents me from opening up my heart and my mind and my life to him, for him to
pray with me and for me to pray with him. എന്റെ ഹൃദയമാകട്ടെ, എന്റെ മനസ്സാകട്ടെ, എന്റെ കൂട്ടു സഹോദരനോട് തുറന്നു പറയാൻ തക്കണം ഒരു തടസ്സവും ഉണ്ടാകരുത്. Yes, every disunity and discontentment and division needs to be thrown out for our prayer life to be effective. ഇവിടെ ആയിരിക്കുന്ന ഓരോ വിഭാഗീയതയും ഇവിടെ നിന്ന് എടുത്തു കളഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന ഫലപ്രദമാകത്തുള്ളൂ. I must be honorable before God and before man. ദൈവത്തിന് കൂട്ടു സഹോദരങ്ങൾക്കും മാന്യമായ ഒരു ജീവിതമായിരിക്കണം നാം Now നയിക്കേണ്ടത്. understand, for Jabez to be honorable, it's not an easy thing. യാബേസ് ഒരു മാന്യനായിരിക്കണം എന്ന് പറയുന്നത് യഥാർത്ഥമായി ഈസി ആയിട്ട് പോകുന്ന കാര്യമല്ല. I'm wrapping up. Come with me. Jabez is being an honorable is not an easy thing because the Bible says he was born in pain. അവൻ വേദനയിൽ കൂടി ജനിച്ചു എന്നാണ് തിരുവചനത്തിൽ കൂടി യാബേസിനെ പറ്റി Yeah, I പറയുന്നത്. think I think about that. Every child is born in pain. ആമേൻ. എല്ലാ കുഞ്ഞുങ്ങളും വേദനയിലൂടെയല്ലേ There ജനിക്കുന്നത്. is not one person who said I did mine without any pain. ഞാൻ വേദനയില്ലാതെ ജനിച്ചെന്ന് ഇവിടെ ആരെങ്കിലും ഒരാൾക്ക് പോലും പറയാൻ Yeah, കഴിയില്ല. even with that, I don't know for sure, but I heard is even with the epidural, it's still very painful. അവൻ എപ്പിഡൂറിൽ എടുത്താൽ പോലും അതിനകത്തും വേദനയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. What is the pain they're talking about here? എന്ത് വേദനയാണ് തിരുവചനത്തിൽ കൂടി യാബേസിനെ പറ്റി This is പറയുന്നത്? the word used there is a sorrow, it's a sadness, a grief. Veshamathoda prasavika. Out of a sadness is where he was born. ജീവിതത്തിലെ നിരാശയിൽ കൂടി അവിടെ ജനനം സംഭവിച്ചു എന്നാണ് വചനത്തിൽ കൂടി വിളിച്ചു പറയുന്നത്. Why is there a sadness there in Jabez's life? എന്തുകൊണ്ടാണ് യാബേസിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ദുഃഖകരമായ അവസ്ഥകൾ വന്നത്? Number one, we see that Jabez doesn't have a clear father. അവിടെ ഒരു യഥാർത്ഥമായ പിതൃത്വം കാണുവാൻ കഴിയുന്നില്ല. Look at that linealogy that is there. അവിടെ ഉണ്ടായിരിക്കുന്ന ഘടനകൾ നോക്കുമ്പോൾ You will never see so and so begat Jabez. അവിടെ യാബേസിന്റെ കാണുന്നില്ല, വംശാവലി കാണുന്നില്ല. In fact, nobody knows who even though they know he's part of that tribe, they don't know who his clear ആ father is. ഗോത്രത്തിൽ ഉൾപ്പെട്ടവനാണെന്നല്ല യാബേസിന്റെ വംശാവലിയെ പറ്റി യഥാർത്ഥമായി പറയുന്നില്ല. We don't know what exactly happened. Maybe father passed away, whatever it is. There is a father that is not there in the picture. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന തിരുവചനത്തിൽ അവന്റെ പിതാവിനെ പറ്റി പറയുന്നില്ല. That's not a simple thing in that culture. അന്നത്തെ കൾച്ചറിൽ അതൊരു സാധാരണമായി നമുക്ക് എടുക്കുവാൻ കഴിയത്തില്ല. Because it's the father that's supposed to train the son on how to become a man. എങ്ങനെ ഒരു യഥാർത്ഥ മനുഷ്യനായിട്ട് വളരണം എന്നുള്ള ഒരു പിതാവിൽ കൂടിയാണ് അവൻ It പഠിച്ചെടുക്കേണ്ടത്. is the father who's supposed to teach the scriptures and the law of God to his children. തിരുവചനവും ദൈവത്തിന്റെ പ്രമാണവും ഒരു പിതാവിൽ നിന്നാണ് ഈ പൈതൽ പഠിച്ചെടുക്കേണ്ടത്. It is a father who's supposed to be the leader of that house. ആമേൻ. ആ ഭവനത്തിന്റെ യഥാർത്ഥ ഒരു ഗ്രഹനായകനാകേണ്ടത് ഒരു പിതാവല്ലേ. It's a father who's supposed to be an example for this son to look up to. ദൈവത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം ഉത്തമ ഉദാഹരണമായ ഒരു പിതാവല്ലേ മുമ്പിൽ നിൽക്കേണ്ടത്. And now he doesn't have anybody. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ അവന് ആരുമില്ലാത്തൊരവസ്ഥ. Oh, we oftentimes hear that. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, Pastor, there's nobody for my child to look up to. എന്റെ കുട്ടിക്കാലത്ത് ഒരാളെ ഒന്ന് നോക്കുവാൻ പോലും ആരുമില്ലായിരുന്നു. That's what Jabez was. അതാണ് യാബേസ് ഇവിടെ വിളിച്ചു പറയേണ്ടത്. Number two, without a father there was no one to do the livelihood. ജീവിതമാർഗം ഇല്ല, because it was the men in that time who worked and provided for their family. അവന്റെ ജീവിതത്തിൽ മുമ്പോട്ട് ഓടുവാൻ തക്കവണ്ണം ദൈനംദിന ചെലവിന് പോലും ഒന്നുമില്ലാത്തൊരവസ്ഥ. With no father who's working. ആരാണ് പിതാവില്ലാതെ ആരാണ് അവന് വേണ്ടി കൊടുക്കുന്നത്? How are they living? എങ്ങനെയാണ് അവരുടെ ജീവിതം മുമ്പോട്ട് ഓടുന്നത്? They are financially in a very bad place. അവരുടെ ഫിനാൻഷ്യലി വളരെ അധികം അധോഗതിയിലായിരിക്കുന്ന ഒരു അവസ്ഥ. This mother, when she bears forth this child, internally she is thinking this child has no future. ആമേൻ. ഈ കുഞ്ഞിന് ഒരു ഭാവിയില്ല എന്നുള്ളൊരു ചിന്താഗതിയോട് ഈ മാതാവ് മുമ്പോട്ട് പോകുന്ന കാലം. Jesus. Number four, not only, amen, is not in that there's a father missing, there's no livelihood, there's no good future, but during this time in Israel, they have forsaken God, they have moved away from the laws of God, and everyone is sinning, everyone is worshiping idols, and it's in that time this mother is bringing forth this child. ആമേൻ. അവിടെ ആയിരിക്കുന്ന ഇസ്രായേലിന്റെ അവസ്ഥ അധപ്പതിയിൽ കൂടി കടന്നു പോകുന്നു. ദൈവത്തെ ഉപേക്ഷിച്ച ഒരു ജനം, ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ജനത്തിന്റെ സമയത്താണ് ഈ യാബേസിന്റെ ജനം. As a mother, when the whole community is away from the Lord, how can I raise my child in the ways of God? ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ ഇസ്രായേൽ ജനം എങ്ങനെയാണ് ഈ പൈതലിനെ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? Do you see this mother's burden? അവിടെ ഉള്ളിലായിരിക്കുന്ന ഭാരം, മാതാവിന്റെ ഭാരം നിങ്ങൾ തിരിച്ചറിയുന്നു. Do you see this mother's pain and concern and sadness that, oh my, what is this child going to end up? എന്റെ മുമ്പിലായിരിക്കുന്ന പൈതലിന്റെ ഭാവി എന്തായിരിക്കണം എന്നുള്ള ഉള്ളിലുള്ള വിചാരം, ദുഃഖം, നിരാശ, ആ മാതാവിന്റെ നിരാശ നിങ്ങൾ കാണുന്നില്ല. But even
even when everything was against Jabez, the Bible says he was honorable. അവൻ എല്ലാം തന്റെ ജീവിതത്തിന് എതിരായി കൊണ്ടിരുന്നപ്പോഴും അപ്പോഴും വചനം വിളിച്ചു പറഞ്ഞു യബ്ബേസ് എല്ലാവരിലും മാന്യനായിരുന്നു. Even when he didn't have a role model for him, he was honorable. തന്റെ ജീവിതത്തിൽ ഉത്തമ ഉദാഹരണത്തിന് ഒരാളില്ലെങ്കിൽ അവൻ ഒരു ഉദാഹരണമായി മാറി. Even though he didn't have many of the things his other people in his school and his community had, he was honorable. സമൂഹത്തിൽ ഉണ്ടായിരുന്ന പലതും തന്റെ ജീവിതത്തിൽ ഇല്ലാതിരുന്നപ്പോഴും അവൻ ആ സമൂഹത്തിൽ ഒരു ഉത്തമ ഒരു മാന്യനായി മാറി. This morning, if Jabez can live an honorable life with nothing, when we have everything, we have no excuse before the presence of ഒന്നുമില്ലാത്ത God. യബ്ബേസിന്റെ ജീവിതത്തിൽ യബ്ബേസിന് ഒരു മാന്യനായി മാറിയെങ്കിൽ നമുക്കെല്ലാം തന്നിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ എത്രമാത്രം മാന്യതയോടു കൂടിയാണ് മുമ്പോട്ട് ഓടേണ്ടത്. Not only is he honorable, it doesn't say in the scriptures, but in the Talmud, in the Jewish explanation of the Old Testament, it says that Jabez became a teacher and a scribe of the laws of God. ആമേൻ. ഒരു മാന്യനെന്ന് മാത്രമല്ല അതിനപ്പുറമായിട്ട് ഒരു ശാസ്ത്രിയായിട്ടും ഒരു ടീച്ചറായിട്ടും അവിടെ ആ കമ്മ്യൂണിറ്റിയിൽ It മാറിയിരിക്കുന്നു. says that the rabbi says that he was a person who traveled from town to town teaching the word of God. ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് ട്രാവൽ ചെയ്തിട്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. There's one hint of that. അതിന്റെ ഒരു തെളിവ് ഇതിനകത്ത് പറയുന്നുണ്ട്. I think 1 Chronicles chapter 2, I believe, there's a town that is named after Jabez. ആമേൻ. ഒരു പട്ടണം തന്നെ യബ്ബേസിന്റെ പേര് ഇതിനകത്ത് വിളിച്ചു പറയുന്നുണ്ട്. 2 And it ക്രോണിക്കൽ says there, the scribes and teachers of the law lived in that town. എന്നാൽ യബ്ബേസ് പട്ടണത്തിലോ അവിടെ ആയിരിക്കുന്ന സ്ക്രൈബ്സും ടീച്ചേഴ്സുമാണ് അവിടെ വസിക്കുന്നത്. Oh, look at that. He's an honorable man who has a ministry before the Lord. ആമേൻ. ഒരു മാന്യനായ വ്യക്തി ദൈവത്തിന് വേണ്ടി ഒരു മിനിസ്ട്രി മുമ്പിലായിരിക്കുന്ന വ്യക്തി. Now in that context, look at his prayer. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവന്റെ പ്രാർത്ഥനയൊന്ന് നോക്കി. Oh, see, if without understanding the context, we read that prayer, we think Jabez is asking for a lot of material things. അവൻ ഇങ്ങനെയുള്ള ഉള്ളടക്കം മനസ്സിലാകാതെ നമ്മൾ കാണുമ്പോൾ അവൻ ഈ ലൗകികതയെ ആഗ്രഹിക്കുന്നു എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നുന്നു. That's not what he's asking. He is praying in regards to his calling and his ministry, and he's presenting that need before the Lord. അവന്റെ വിളിയും അവന്റെ ശുശ്രൂഷയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. Very quickly, number one, he's praying to the God of Israel. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. Why is he praying to the God of Israel? എന്തുകൊണ്ട് ഇസ്രായേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു? Number one, because the scripture prevents any person from praying to any man or woman living or dead. ഓരോ വ്യക്തികളോടും ഇവിടെ ആയിരിക്കുന്ന ജീവിച്ചതോ മരിച്ചതുമായ ഒരു വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നത് തിരുവചനം വിളിച്ചു പറയുന്നുണ്ട്. That's why we don't pray to saints. അതുകൊണ്ടാണ് നമ്മൾ സെയിൻസിനോട് നമ്മൾ That's why we പ്രാർത്ഥിക്കാതിരിക്കുന്നത്. don't pray to Mary. അതുകൊണ്ടാണ് നമ്മൾ ഒരു മനുഷ്യനോട് പ്രാർത്ഥിക്കാതെ. മറിയയോട് പ്രാർത്ഥിക്കുന്നില്ല. Why? Because the word of God clearly forbids that. What book of Timothy said, there is one mediator between us and God, that is Jesus Christ. മനുഷ്യനും ദൈവത്തിനും മധ്യ ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തു എന്ന് തിമോഥെയോസിന്റെ ലേഖനത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. So he's praying to the God of Israel because that's what the word teaches. Number two, he's praying to the God of Israel because that God is the living God. ആ ദൈവം രണ്ടാമത് പറഞ്ഞ ആ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. The psalmist says the other gods of that day and age, they have eyes that cannot see, ears but cannot hear. ആമേൻ. സങ്കീർത്തനത്തിൽ വിളിച്ചു പറയുന്നു, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ലാത്ത ഒരു ദൈവം, ഒരു മിഥ്യാമൂർത്തികൾ. But this morning the God of Israel, the God you and I serve, he is a living God. അവൻ ജീവനുള്ള ദൈവമാണ്. ഇസ്രായേലിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ കേൾക്കുവാൻ ശക്തനാണ്. ആമേൻ. യെസ്. This morning, amen, if nothing else excites us, that alone is enough for us to worship the Lord. Amen. But he's the living God. ആമേൻ. മറ്റൊന്നും വേണ്ട, അത് മാത്രം മതി ദൈവത്തിനെ ആരാധിക്കുവാന്. Praise the Lord. Number three, amen, why is he praying to the God of Israel? Because the God of Israel has a proven track record. ആമേൻ. ആ ഇസ്രായേലിന്റെ ദൈവത്തിന് യഥാർത്ഥമായ ഒരു പ്രൂവൻ ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. അതുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. When I am sick, why do I pray to the God of Israel? Because he has proven again and again that he is able to heal the sick. അവൻ എന്തുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു? അവൻ എന്നെ ഈ സൗഖ്യം എനിക്ക് സൗഖ്യദായകനാണെന്നുള്ള തിരിച്ചറിവുണ്ടോ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. When my way is blocked and I have no way forward, why do I pray to the God of Israel? Because he has proven time and time again he can make a way when there is no way. ആമേൻ. ശത്രു വഴി തടഞ്ഞു എന്ന് തോന്നുന്ന അവസ്ഥയിൽ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ അവൻ ഈ വഴിയും നേരെയാക്കുമെന്ന് യഥാർത്ഥമായി തെളിയിക്കുന്നു. Why do I pray to the God of Israel?
when I am in need of a provision, because he has proven again and again that when his children are in need, he will send the raven with the provision. ആമേൻ. ആവശ്യങ്ങളുടെ കാലഘട്ടത്തിൽ ഞാൻ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു? കാക്കയാൽ തന്റെ ഭക്തരെ പോഷിപ്പിച്ച അതേ ദൈവം എന്റെ ആവശ്യങ്ങളിൽ ഇറങ്ങി വരുമെന്ന് തിരിച്ചറിയുന്നു. Oh, why do I pray to God when I am struggling in my family life? Because he has proven again and again that he can open the closed womb. എന്റെ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളുടെ പ്രശ്നങ്ങളുടെ കടന്നു ആ ദൈവം എന്റെ ദൈവം ഈ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ ശക്തനാണെന്ന് തിരിച്ചറിയുന്നു. This morning this book is not a story, it is a proven track record of the God in heaven. ഒരു കെട്ടുകഥകളാൽ ഒതുങ്ങിയ ഒരു പുസ്തകമല്ല ഞാൻ പ്രസംഗിക്കുന്ന പുസ്തകം. എന്റെ ഇസ്രായേലിന്റെ ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. Glory to God. Hallelujah, glory. Yes. Very quickly, I had 10 more minutes. Jabez's prayer, he prays 4 things. അവൻ 4 കാര്യങ്ങളാണ് യബ്ബസ് ഇതിൽ കൂടി പ്രാർത്ഥിക്കുന്നത്. Number 1, he prays that you would bless me. അവൻ അങ്ങനെ അനുഗ്രഹിക്കണമെന്ന് What is പറയുന്നു. he asking for? എന്താണ് അതിൽ കൂടി കാര്യന്നത്? He's asking for a godly ദൈവിക സാന്നിധ്യം, a godly presence and empowerment. ആ ദൈവിക സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തീകരണവും. Oh, this morning the Spirit of God is giving me a revelation of the word. ആമേൻ. ഒരു പ്രത്യേക വെളിപ്പാട് ഈ വചനത്തിൽ കൂടി എന്നിൽ വെളിപ്പെടുത്തുന്നു. Jacob was one day at the river Jabbok. ആമേൻ. ജാബോക്ക് കടക്കരയിലായിരിക്കുന്ന ജേക്കബ് and he was wrestling with the angel of the Lord. ആമേൻ. ദൂതനുമായി മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ Amen. And he makes a statement there, Lord, until you bless me, I will not let go. ഓ എന്നെ അനുഗ്രഹിച്ചിട്ടില്ല അല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് വിളിച്ചു പറയുന്നു. What blessing is he asking for? എന്ത് അനുഗ്രഹമാണ് യാക്കോബ് പറയുന്നത്? He has 2 wives. ആമേൻ. രണ്ട് ഭാര്യമാരുണ്ട്. 11 children. ആമേൻ. 11 കുഞ്ഞുങ്ങളുണ്ട്. Hundreds of servants. 100 കണക്കിന് സെർവന്റ്സ് ഉണ്ട്. Thousands of rams and lambs. ആമേൻ. അവിടെ thousands of റാംസും ലാംസും ആടുകളും മാടുകളും ഉണ്ട്. Oh, my man is a multi-millionaire. ആമേൻ. അവിടെ മൾട്ടി മില്യണർ എന്ന ഒരു വ്യക്തിയെ പോലെയാണ് യാക്കോബ് But ആയിരിക്കുന്നത്. he's saying, I need a blessing. ആമേൻ. എന്നാൽ ഇപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ എനിക്ക് അനുഗ്രഹം വേണം. Oh, Jacob, what blessing are you asking for? എന്ത് അനുഗ്രഹമാണ് യാക്കോബ് അതിൽ കൂടി ആവശ്യപ്പെടുന്നത്? Oh, Jacob says, I have everything in this world, but I'm missing one thing, your presence. ഓ ഈ ലോകത്തിൽ വേണ്ടുന്നതെല്ലാം എനിക്കുണ്ട്, എന്നാൽ ദൈവിക സാന്നിധ്യം എനിക്ക് വേണമെന്ന് യാക്കോബ് വിളിച്ചു. This morning, the greatest blessing you can have is the presence of the Lord that is with you. ഓ എനിക്കും നിങ്ങൾക്കും ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വിളിച്ചു പറയട്ടെ. Yes, would you pray that prayer? God, bless me with your presence and power. ഓ ദൈവിക സാന്നിധ്യത്തിലും ദൈവത്തിന്റെ ശക്തിയിലും എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയാമോ? Praise the Lord. Yes, hallelujah. Glory. Hallelujah. Oh, bless me, God. Amen. Yes. Hallelujah. ദൈവശക്തിയിൽ. Hallelujah. More than anything in this world, I need His presence. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യമാണ് മറ്റേതിനേക്കാളും ഉത്തമമായെന്ന് വിളിച്ചു പറയട്ടെ. Number 2, he prays, enlarge my territory. ആമേൻ. എന്റെ അതിരുകളെ വിശാലമാക്കണമേ എന്ന് പറയുന്നു. What does that mean? എന്താണ് അതിൽ കൂടി അർത്ഥമാക്കുന്നത്? He's a minister who is teaching God's word. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷകനാണ്. Oh, he's saying, God, I cannot just keep going like this without seeing an impact. ഓ ദൈവത്തിന്റെ ഒരു ഇമ്പാക്ട് കാണാതെ എനിക്ക് മുമ്പോട്ട് ഓടുവാൻ കഴിയില്ല. He's saying, well, I need a godly influence. ഓ എന്റെ ദൈവികമായ ഒരു സാന്നിധ്യം ഇൻഫ്ലുവൻസ് എനിക്ക് വേണം. Yeah, ദൈവികമായ ഒരു സ്വാധീനം, ഒരു impact. I need a godly impact when I minister. ആമേൻ. എനിക്ക് ഇതിനകത്ത് ഒരു ഇമ്പാക്ട്, ഒരു ദൈവിക സ്വാധീനം എനിക്ക് ഇതിനകത്ത് വേണം. When I share what is with the word on my heart, amen, the sinner must come to the salvation. ആമേൻ. ഞാൻ വചനത്തിൽ കൂടി പറയുമ്പോൾ ആ പാപികൾ ഇതിനകത്ത് രക്ഷിക്കപ്പെടണം. Oh, when I pray for someone, the person who is hurting must receive the comfort and healing from the Lord. വേദനയിൽ കൂടി കടന്നു പോകുന്നവർക്ക് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു സൗഖ്യം ഉണ്ടാകണം. Oh, when I minister, people should receive the deliverance from the Lord. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ചില വ്യക്തികൾക്ക് വിടുതൽ പ്രാപിക്കണം. Oh, I can't search. We can't keep going like this. We need a godly influence. ഇങ്ങനെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് പോകാൻ കഴിയത്തുള്ളൂ. Oh, when we lead our worship, ആമേൻ. ഞങ്ങൾ മുമ്പോട്ട് ഓടുമ്പോൾ നമ്മൾ ആരാധന നയിക്കുമ്പോൾ, നമ്മൾ വചനം ശുശ്രൂഷിക്കുമ്പോൾ, when we minister with worship and with the word of God, lives have to be touched. ആമേൻ. വചനം പറയുമ്പോൾ ആരാധിക്കുമ്പോൾ ചില ജീവിതങ്ങളെ തൊടുക തന്നെ വേണം. Oh, this morning our church not only needs to pray, God bless us with your presence, we need to pray, God enlarge our territory this morning. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമല്ല, ദൈവമേ ഞങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കണമേ എന്ന് വിളിച്ചു പറയാം. Number 3, he prays,
Lord, your hand would be with me. എപ്പോഴും അങ്ങയുടെ കരം കൂടെ ഇരിക്കണമേ എന്ന് മൂന്നാമതായി പ്രാർത്ഥിക്കുന്നു. In other words, what is he praying there? അവൻ എന്താണ് അതിൽ കൂടി അർത്ഥമാക്കുന്നത് നിങ്ങൾ അറിയുന്നു? He's putting his dependence on the godly provision. ഓ ദൈവത്തിന്റെ കരുതല്, ദൈവത്തിലുള്ള ആശ്രയമാണ് അതിൽ കൂടി This കാണിക്കുന്നത്. morning you may have 100 needs in your life. ഓ നിങ്ങൾക്ക് ഒരു 100 കണക്കിന് കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കും. But I have one solution for you. എന്നാൽ ഇതിനകത്തെല്ലാം ഒരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് വിളിച്ചു പറയുന്നത്. It is the mighty hand of my God. ഓ സർവശക്തനായ ദൈവത്തിന്റെ കരമാണ് നിങ്ങളുടെ. It is the mighty hand of my God. ഓ ദൈവത്തിന്റെ ശക്തമായ കരം നിങ്ങളുടെ ജീവിതത്തിൽ. This morning, as the prophet says, has the hand of the Lord become short that he cannot deliver? ആമേൻ. ദൈവത്തിന്റെ കരം ഒരു വാളിനെ പോലെ നിങ്ങളെ വിടുവിച്ചെടുക്കാൻ നിങ്ങൾ ഉണ്ടായിരിക്കണം. Over karam kurungi poyittu. Has the hand of the Lord been withdrawn that he cannot deliver? സഹായിക്കുവാൻ കഴിയാതെ ദൈവത്തിന്റെ കരം കുറുകി പോയിട്ടുണ്ടോ? He is able to meet every need. ആമേൻ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തരുവാൻ ശക്തനായ ദൈവം. We are trying to figure out how we going to do so many things. ആമേൻ. പല കാര്യങ്ങളും നമ്മൾ എങ്ങനെ ചെയ്തെടുക്കുമെന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? Oh, as this many family, how are we going to afford a $2.5 million building? ആമേൻ. ഇങ്ങനെയുള്ള $2.5 million എങ്ങനെ നമ്മൾ കടന്നു പോകാൻ? I have no idea, but I know one thing. His hand is with us. ആമേൻ. ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. അത് മാത്രം അറിയുന്നു. അത് മതി നമുക്ക്. ആമേൻ. We are looking at what all things we cannot do. ആമേൻ. നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ കഴിയത്തില്ല എന്നുള്ള ചിന്താഭാരത്തോടെ നിങ്ങൾ But this morning the God is reminding the church, look at my hand that is stretched for you. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ മേലെ നീട്ടിയിരിക്കുന്ന എന്റെ കരത്തെ ഒന്ന് നോക്കുവാനാണ് വിളിച്ചു പറയുന്നത്. Last thing, number 4, he's praying you would keep me from evil. അവൻ ശത്രുവിൽ നിന്ന് എന്നെ സൂക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്നു. Oh, he's praying for a godly protection. ഓ ദൈവത്തിന്റെ യഥാർത്ഥമായ ഒരു പ്രൊട്ടക്ഷൻ കരുതലാണ് Oh, കാണുന്നത്. this morning we need to pray that over our church. ഓ നമ്മുടെ സഭയ്ക്ക് വേണ്ടി അതാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. Because as we move forward in the will of God, understand the enemy is not happy about that. നമ്മൾ മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം മുമ്പോട്ട് പോകുമ്പോൾ ശത്രു അതിന് സന്തോഷകരമായിട്ടല്ല അത് കാണുന്നത്. ഈ ദേശത്തിന്റെ ശക്തികൾ ഇങ്ങനെ നോക്കുക. The spirits of this land are really looking and trying to figure out how can I block, how can I destroy, how can I really hinder the work of God in this church. ഓ ദൈവത്തിന്റെ പ്രവർത്തികള്, ഈ സഭയിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രവർത്തികള്, ഈ ദേശാന്തര ശക്തികള് എങ്ങനെ അതിനെ തടസ്സമിടാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. Jabez realizes that there are many oppositions and challenges coming against his ministry, but he is saying, oh God, protect me. യാബേസ് തന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ എതിർത്ത് വരുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമേ അങ്ങയുടെ കരുതൽ എനിക്ക് വേണമേ എന്ന് This morning I feel a strong prompting in my spirit to pray for the protection of our family. ആമേൻ. ഇവിടെ ആയിരിക്കും ആത്മീയത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഇവിടെ ആയിരിക്കുന്ന കുടുംബത്തിന് യഥാർത്ഥമായ ഒരു കരുതൽ വേണം. Oh God, when we drive our vehicles, protect our people. ആമേൻ. നമ്മൾ വാഹനങ്ങളിൽ കൂടി ഡ്രൈവ് ചെയ്യുമ്പോൾ ദൈവമേ സംരക്ഷിക്കണമേ. Oh God, protect our children. ഓ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ. Oh, protect our dear ones. ഓ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കണമേ. Protect our parents who are back in India. ഞങ്ങളുടെ ഇന്ത്യയിലായിരിക്കുന്ന മാതാപിതാക്കളെ പ്രൊട്ടക്ട് ചെയ്യണമേ. കർത്താവേ, നമ്മുടെ സന്തോഷവും സമാധാനത്തെ എടുത്ത് കളയാൻ ദുഷ്ടനെ അനുവദിക്കല്ലേ. Don't let the enemy take away our joy and peace. ആമേൻ. ഞങ്ങളുടെ സന്തോഷ സമാധാനം എടുത്തു കളയുവാൻ ഈ ശത്രുവിനെ അനുവദിക്കരുത്. ആമേൻ. ഒരു അനർത്ഥവും അപകടം ഞങ്ങളുടെ അടുത്ത് വരുവാൻ കാത്തു സൂക്ഷിക്കണമേ. Protect us from every danger. അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. Protect our health. Protect our health. ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കണമേ. ആമേൻ. ആമേൻ. Yes, hallelujah. Glory to God. Hallelujah. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് മുദ്ര വെച്ച് പ്രാർത്ഥിക്കുക. Hallelujah. Glory to God. Glory to God. കർത്താവേ അനുവദിക്കണമേ. We take the victory this morning by the blood of Jesus and the word of God. Amen. Amen. Glory to Praise God. God. Amen. Hallelujah. He protects your health. Amen. നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ദൈവം. This morning, even as I'm standing here, Amen, the Spirit of God is ministering to me. He protects your health. ആമേൻ. പരിശുദ്ധാത്മാവിൽ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ പോലെ അവൻ സംരക്ഷിക്കുന്നു. Oh yes. ദോഷമായിട്ടൊന്നും നിന്റെ ശരീരത്തിന് ഭവിക്കത്തില്ല. ദൈവാത്മാ ദൂതനായി മാറുക. Nothing harmful will come near your body, says the Spirit of God. ആമേൻ. ദൈവത്തിന്റെ ശരീരത്തിന്റെ പല അവയവങ്ങളാൽ നിങ്ങൾക്ക് ഒന്നും ദോഷമായിട്ട് ഭവിക്കത്തില്ല എന്ന് പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയുക. Glory to God. ആമേൻ.
ആമേൻ ഹല്ലേലൂയ glory to God. Very quickly, let me conclude. I had 30 seconds left. When he prayed all this, the Bible says the Lord granted his request. ആമേൻ ദൈവം അവന്റെ പ്രാർത്ഥന Oh, പ്രാർത്ഥന കേട്ടു എന്ന് പറയുന്നു. hallelujah. ആമേൻ yes. This morning, the God is giving us one word of encouragement to the church. ആമേൻ ആ ഒരു വാക്കാണ് ഇവിടെ ആയിരിക്കുന്ന ഈ സഭയ്ക്ക് ഒരു ഉത്തേജനമായിരിക്കുന്നത്. I will grant your request. ഓ നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ ഞാൻ അത് അനുവദിച്ചിരിക്കുന്നു. If you pray this prayer, ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ you pray for my blessing. നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ You pray for the enlargement of your territory. നിങ്ങളുടെ ടെറിറ്ററി ഒന്ന് വിശാലതയിലേക്ക് ആക്കണമെന്ന് You പ്രാർത്ഥിക്കുന്നു. pray for my hand to be with you. ഓ അങ്ങയുടെ കരം എന്നോട് കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ You pray for my protection with you. ഓ ആ പ്രൊട്ടക്ഷന് വേണ്ടി കരുതലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ This morning the Spirit of God is looking at you and say, I will grant your request. ആ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് മറുപടി ഉണ്ട്, അത് കേട്ടിരിക്കുന്നു എന്ന് യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ഞാൻ ഉത്തരം നൽകുന്ന ദൈവമാ. I'm the God who gives the response. ആമേൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് ഞാൻ. Hallelujah. There's a verse in the Psalms that brings me great joy. ആമേൻ വളരെ സന്തോഷം നൽകുന്ന ഒരു വാക്യമായി The psalmist says, oh Lord, the enemy has circled me like wild ox. ആമേൻ ഒരു ചെന്നായ കടിക്കിച്ചു കീറാൻ ചെന്നുപോലെ ഒരു ശത്രു എന്റെ മേൽ അടുത്തു വരുന്നു. കാട്ടുപോത്ത് പോലെ ശത്രുക്കൾ എന്നെ ചുറ്റും നിൽക്കുക. Like the wild oxen, they are surrounding me. But then the psalmist says, yet he will respond in the midst of the oxen hole. അവൻ കാട്ടുപോത്തിന്റെ കൊമ്പുകളുടെ നടുവിൽ ഉത്തരം നൽകുന്ന ദൈവം. He's a God who can respond in the midst of the oppression around you. അവൻ തടസ്സങ്ങളുടെ നടുവിലും ഉത്തരം നൽകുവാൻ ശക്തനായ ദൈവം. ആമേൻ ആമേൻ. He's the God that responds. ആമേൻ നമ്മൾ ഉത്തരം നൽകുന്ന ദൈവമാണ് നാം He's വിളിക്കുന്നത്. the God that responds with fire. ആമേൻ തീയിൽ കൂടി ഉത്തരം നൽകുന്ന ദൈവം. Yes, ആമേൻ this morning the Spirit of God is saying to somebody watching online. ആമേൻ ഈ ഓൺലൈനിൽ കൂടി വാച്ച് ചെയ്യുന്ന ചിലരോട് വിളിച്ചു പറയുന്നത് ഏതൊരു ദൈവദാസൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ആമേൻ ദൈവ ശുശ്രൂഷകൻ കണ്ടുകൊണ്ടിരിക്കുന്നത് You're a minister, you are facing so many challenges in the place where you're ministering. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ പല വെല്ലുവിളികൾ കൂടി കടന്നു പോകുന്നെങ്കിൽ This morning the Spirit of God is telling you, you don't need to say anything. I am the God who responds. I will respond with fire for നീ you. ഒന്നിനും മറുപടി പറയണ്ട, ഞാൻ മറുപടി പറയുന്ന ദൈവമാണ്, ഞാൻ അതിന് മറുപടി ഉത്തരം നൽകും. ഞാൻ തീ കൊണ്ട് ഉത്തരം നൽകുന്ന ദൈവമാ. I am the God that can respond in the midst of the challenges in our ആ life. വെല്ലുവിളികളുടെ നടുവിൽ ഉത്തരം നൽകുന്ന ദൈവമാ, അതിന്റെ നടുവിൽ ഞാൻ ഉത്തരം നൽകുമെന്ന് This വിളിച്ചു പറയുന്നു. morning, how many of you will take encouragement today from the word of God? ആമേൻ ഈ വചനത്തിൽ നിന്ന് എത്ര പേര് ഉൾക്കൊണ്ടുകൊണ്ട് പോന്നു? Your prayer is not falling on deaf ears. ആമേൻ ഒരു കാത് കേൾക്കാത്ത ഒരാളുടെ മുമ്പിലല്ല നിങ്ങളുടെ പ്രാർത്ഥന പറയുന്നത്. Oh, this morning there is a God who hears our prayer. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നിങ്ങളുടെ പ്രാർത്ഥന എത്തിയിരിക്കുന്നത്. That which he has spoken concerning you. ഓ അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. That which he has spoken, നിങ്ങളെ കുറിച്ച് അവൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അവൻ നിവർത്തിക്കും. He will fulfill all that he has spoken concerning you. ആമേൻ അവൻ അതിനെപ്പറ്റി എല്ലാം ആ പറഞ്ഞതിനെ പറ്റി എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരു ഉത്തരം നൽകും. Yes. Let every discouragement be pulled out from us today. ആമേൻ എല്ലാ നിരാശകളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വലിച്ചെടുക്കണം. Let every discouragement be pulled out this morning. ആമേൻ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നിരാശകളും മാറിപ്പോട്ടെ. This morning let the word of God encourage us. ആമേൻ ഈ വചനം നിങ്ങളെ എല്ലാവരെയും ഒന്ന് ഉത്തേജപ്പെടുത്തട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. Hallelujah, hallelujah. Praise the Lord.